മറ്റൊന്ന് വരുന്നത്. അവിടെ എന്താണ് അവിടെ പുതിയൊന്ന് വന്നു. ഇവിടെ അങ്ങനെയല്ല. അതായത് രണ്ടു വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പകരം അതിന് പകരം വേറെ വരിക കേട്ടാ. ഒന്ന് പോവുകയും ചെയ്യും, പകരം ഒന്ന് വരികയും. അതെ, അതാണ് ആ ദേശത്ത് ആ സ്ഥലം ദേശം പറഞ്ഞാൽ ആ സ്ഥലത്ത് പുതിയത് വരിക കേട്ടാ. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞുതരാം. അത് നിങ്ങളുടെ കോൺവേഴ്സ് വേണം എഴുതിക്കോട്ടെ. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നുണ്ട് കേട്ടാ. മനസ്സിലായോ? ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊന്ന് വരുന്നത് ആദേശ സന്ധി എന്ന് പറയുന്നത്. ഇനി അതിന് കുറച്ചും കൂടെ ഇതായി പറയാം. വിഗ്രഹിക്കുമ്പോൾ പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട് വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം, അനുസ്വരം. അനുസ്വരം പറഞ്ഞാൽ ഇതാണ് അനുസ്വരം പറയട്ടാ. നമ്മളൊരു പൂജയില്ലേ അനുസ്വരം, അത് വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും ചെയ്യുന്നതാണ് ആദേശ സന്ധി. ഏതാണ്? ചന്ദ്രക്കല, ചന്ദ്രക്കല, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, അനുസ്വരം. ഇതാണ് ചന്ദ്രക്കല, വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം, അനുസ്വരം വരികയും അവ നമ്മൾ ചേർത്തെഴുതുമ്പോ എന്താവും? അവയൊക്കെ ഒഴിവാകും. അവ ഒഴിവാണ് കേട്ടോ. അവരെ എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ കേട്ടോ. വിൺ, വിൺ പ്ലസ് സ്ഥലം. അപ്പൊ എന്തായി? വിണ്ടലം കേട്ടോ. വിണ്ടലം, വിണ്ടലം എന്നായിട്ടാ. എന്നാൽ ആദേശത്ത്, അതായത് ഇവിടെ ഇന്ന് പൂവും ചെയ്ത് ആ സ്ഥലത്ത് ഇന്നും പോയി ഏതും പോയി തായും പോയി ആ സ്ഥലത്ത് വേറെ ഒന്ന് കൂടി വന്നു കേട്ടാ. അതാണ് ആദേശ സന്ധി പറയുന്നത് കേട്ടാ. മനസ്സിലായാ? മനസ്സിലായോ നിങ്ങൾക്ക്? ആ അതെ, നമ്മള് ഇവിടെ ഉള്ളത് പൂവും ചെയ്യും, ആ സ്ഥലത്ത് പുതിയത് വരികയും ചെയ്യും. ആ ദേശത്ത്, ആ ദേശത്ത്. അതെ അതെ, ഇത് രണ്ടും പൂവാണ്, ലോപിക്കുകയാണ്. ഇത് രണ്ടും പോയിട്ട് ആ പകരം വേറെ ഒന്ന് വരിക, വേറെ വരിക കേട്ടോ. അതാണ് എന്ത് ആഗമസന്ധി. എന്താണ്? രണ്ടെണ്ണം ചേരുമ്പോ പുതിയത് വരും. ആഗമം, ആഗമം പറഞ്ഞാണ് വരിക. അപ്പൊ രണ്ടെണ്ണം ചേരുമ്പോ പുതിയത് വരുന്ന ആഗമസന്ധിയും ആദേശസന്ധി എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം ചേരുമ്പോ അതിന് പകരം വേർന്ന് വരണം. എന്താണ് ആദേശസന്ധി എന്ന് പറയുന്നത്. അടുത്ത സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ചുകൂടെ എക്സാമ്പിൾ വേണം. ചില്ലക്ഷരമാണ്. ഇണ്ണ് പറഞ്ഞ ചില്ലക്ഷരമാണ്. ചില്ലക്ഷരമാണ്. ഇണ്ണ്, ഇല്ല്, ഇറ്, ഇന്ന് ഇങ്ങനെ 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 വരില്ലേ? അതൊക്കെ ചില്ലക്ഷരം പറയുന്നത്. അത് വരാൻ പാടില്ല, അത് പോകും. അത് പോയിട്ട് പകരം വേറെ വരിക. അതാണ് അവിടെ പറയുന്നത്. ചന്ദ്രകല, വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം, അനുസ്വരം. അനുസ്വരം നമ്മൾ ഒരു വാക്ക് കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ നമ്മൾ അനുസ്വരം കൊടുക്കുന്നത് കമ്പം അങ്ങനെ അതൊക്കെ ഒഴിവാകും. അതിന് പകരം ഒരു വാക്ക് വരും. അതാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. അതെ അതെ. അടുത്ത് ലോപസന്ധി. മൂന്നാമത്തെയാണ് ലോപസന്ധി. എന്താ ലോപസന്ധി? ഇതിന് കുറച്ചുകൂടെ എക്സാമ്പിൾ കൂടെ പറഞ്ഞു കേട്ടാ. കണ്ണൊരു ചില്ലക്ഷരം. കൺ പ്ലസ് ടു, കണ്ടു. മനസ്സിലായ? ഇണ്ണു പോയി തൂ പോയി പകരം വേറെ വന്നുട്ടാ. കണ്ടു. മനസ്സിലായ? അപ്പൊ ഇതും കൂടെ നമ്മൾ പരിഗണിക്കണം. ഇത് ചില്ലക്ഷരമാണ്. അഥവാ മനസ്സിലായിരിക്കും നമ്മൾ ഇതും കൂടെ മനസ്സിലാക്കണം കേട്ടാ. അതെ. ഇനി അടുത്ത് നെല്ല്. നെല്ല് പ്ലസ് മണി. എന്തായി? നെന്മണി ട്ടാ. മനസ്സിലായ? നെന്മണി ട്ടാ. ഈ ഇല്ല് പോയിട്ടാ. ഇല്ല് പോയിട്ട് പകരം ഇന്ന് ഞാൻ കേറി വന്നുട്ടാ. നെന്മണി ട്ടാ. അതിനോടാ പറഞ്ഞ അതൊക്കെ പറഞ്ഞത്. ചന്ദ്രകല, ചില്ലക്ഷരം. അതാ അത് മലയാളം വായന വേണം. അത് ബുക്ക് വായന വേണം, പഠിക്കണം. അല്ലാണ്ട് ആർക്കും മോളിൽ കിട്ടുന്നില്ല. ബുക്ക് വായന വേണം. അപ്പൊ നെല്ല് പ്ലസ് മണി എന്താ വെച്ചാൽ നെന്മണി. ക്വസ്റ്റ്യൻ എങ്ങനെ വരുവട്ടെ? നെല്ല് പ്ലസ് മണി, നെന്മണി. ഇത് ഏത് സന്ധിയാണ് അങ്ങനെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ നെന്മണി തിരിച്ചു ചെയ്താൽ പറയും. നമ്മളപ്പോ ഏത് സന്ധിയാണ് മനസ്സിലാക്കണം. അപ്പൊ ഒന്ന് നമ്മൾ ഈ യവാന്ന് ഓർത്ത് വെക്കണം. ഈ ചന്ദ്രകല, ചില്ലക്ഷരം, മറ്റേ പറഞ്ഞല്ലേ, അതൊക്കെ നമ്മൾ ഓർത്ത്, അതൊക്കെ നമ്മുടെ ക്ലൂ വേർഡുകളാണ്. ചന്ദ്രകല, ചില്ലക്ഷരം, അനുസ്വരം. നിങ്ങൾ
ട്ടാ. വ്യഞ്ജനാക്ഷരം. വ്യഞ്ജന സ്വരമല്ല വ്യഞ്ജനം. കാക്ക ഗംഗ അച്ചടത്തപ്പ. കച്ചടത്തപ്പ അങ്ങനെ പറയാം. അതാണ് എന്ത് വ്യഞ്ജനാക്ഷരം ട്ടാ. ഓക്കെ മനസ്സിലായില്ലേ? എന്ത് വരാൻ പാടില്ല എന്നിവ പോയിട്ട് പകരം ചന്ദ്രക്കല വ്യഞ്ജനാക്ഷരം ചില്ലാക്ഷരം അനുസ്വരം ചേർത്ത് എഴുതുമ്പോൾ അവ വരാതിരിക്കുകയും ആ സ്ഥലത്ത് പുതിയത് വരികയും ചെയ്തതാണ്. അത് വരാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും വരാൻ പാടില്ല നമ്മൾ ചേർത്ത് എഴുതുമ്പോ കേട്ടാ. അടുത്ത എഴുതട്ടെ. അടുത്ത ലോപസന്ധി ട്ടാ. എന്താണ് ടെസ്റ്ററോടെ അതിലൊന്നില്ലാതാവണം എന്ത് ലോപസന്ധി. ലോപിച്ചു പോയി. എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ അതില് ഒന്നില്ലാണ്ടാന്നാണ് എന്ത് ലോപസന്ധി എന്ന് പറയുന്നത് കേട്ടാ. അതിന്റെ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിലൊന്നും ഇല്ലാതാവാൻ എന്ത് ലോപസന്ധി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഒരു പ്ലസ് ഇല. ഒരു പ്ലസ് ഇല അതെന്തായി ലോപിക്കട്ട ഒരില. അതിൽ ഈ ഉണ്ട് ശരിക്കും. ഒരു ഇത് മാത്രമേ ലോപിക്കുന്നുള്ളൂ. അത് നമ്മൾ കൂടെ മനസ്സിലാക്കണം കേട്ടോ. അത് ഒരില. അടുത്താണ് ഒരു പ്ലസ് ഇലയാണ് ഒരില. ഇതില്ല ഡബിളില്ല ഒരില കേട്ടാ. ഒരില. അടുത്തത് അത് പ്ലസ് അല്ല. അതല്ല. മനസ്സിലായ? അത് പ്ലസ് അല്ല എന്തായി അതല്ല. ഇവിടെ ആ സൗണ്ട് കഴിക്കാട്ടാ. ഇവിടെ ഉണ്ട് കേട്ടാ. അത് പ്ലസ് അല്ല അതല്ല. മനസ്സിലാണ്ട ക്ലാസ്സിലെ? അതായത് എന്താണ് രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോ അതിൽ ഒന്ന് ഇല്ലാതാവുന്നതാണ്. ഒന്നേ ഇല്ലാണ്ടാവുന്നുള്ളൂ. രണ്ടും ഇല്ല. നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ എന്താവും രണ്ടും ഇല്ലാതാവുന്ന പോലെ ഒരു തോന്നലില്ലേ? രുവും പോയി ഈയും പോയി എന്നത് തോന്നല്. പക്ഷെ അതല്ല. അവിടെ ഒന്നേ പോകുന്നുള്ളൂ. ബാക്കിയൊന്നും അവിടെ ഇല്ല. ആ സൗണ്ട് ഉണ്ട് കേട്ടാ. അതാണ് എന്ത് ട്ടാ. അതാണ് ലോപസന്ധി എന്ന് പറയുന്നത് കേട്ടാ. ലോപിക്കുക. അത് നിങ്ങൾ ഓർമ്മിച്ചോ. രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോ ഒന്നില്ലാതാണ് ഇത് ലോപസന്ധി കേട്ടാ. ഇനി കുറച്ച് എക്സാമ്പിൾ ആണ്. അടുത്ത് വേണ്ടി പോണം. ഇതിന്റെ അവസാനം ഇല്ല ഒന്നും കൂടി യുദ്ധസന്ധി. എക്സ്പ്ലനേഷൻ വേണം. എക്സാമ്പിൾ അല്ല ഇപ്പൊ തന്നെ വേണം പറഞ്ഞത്. കഴിഞ്ഞിട്ട് ഓരോ എക്സാമ്പിൾ ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ പറയാം. ശരി ഞാൻ അങ്ങനെ ചോദിക്കാം. ശരി അപ്പൊ അത് യുദ്ധസന്ധി. ഇവിടെ തന്നെ ഒരു യുദ്ധ ഒരു ഇരട്ടിക്കുന്ന ഒരു സൗണ്ട് പോലെ യുദ്ധ രണ്ട് യുദ്ധ ഒരു നമുക്കൊരു ഫീലിംഗ് ഒന്നുമില്ല യുദ്ധ പറയുമ്പോ. അപ്പൊ രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരുത്തിക്കാണ് എന്ത് യുദ്ധസന്ധി എന്ന് പറയുന്നത്. യുദ്ധസന്ധി. അതിന് എക്സാമ്പിൾ ആണ് കാട്. കാട് പ്ലസ് ആന. കാട്ടാന. കാട് പ്ലസ് ആനയുടെ കാട്ടാന. ഇരട്ടിച്ചു കാട്ടാന. അതായത് ഈ ആന ഇവിടെ തന്നെ ഉണ്ട്. ഈ ഡായാണ് ഇരട്ടിച്ചിട്ടാ. ഇവിടെ തന്നെ ഉണ്ട് കാട്ടാന. അതില് ഡായാണ് ഇരട്ടിച്ചിട്ടാ കാട്ടാന. അടുത്താണ് വിൻ. വിൻ പ്ലസ് ആറ്. വിൻ പ്ലസ് ആറ് എന്താവും വിണ്ണാറ്. വിണ്ണാറ്. മനസ്സിലായോ? വിൻ പ്ലസ് ആറിന്റെ വിണ്ണാറ്. അപ്പൊ വിൻ പ്ലസ് ആറ് വെച്ചാൽ വിണ്ണാറ്. ഇരട്ടിച്ചു. ഇണ്ണു വന്നിട്ട് ഇരട്ടിച്ചുട്ടാ. ഇരട്ടിച്ചുട്ടാ. അടുത്താണ് ആറ്. ആറ് പ്ലസ് ഇൽ എന്താവും? ആറ് പ്ലസ് ഇല്ല് ആറ്റിൽ. 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 മനസ്സിലായോ? ആറ് പ്ലസ് ഇല്ല് റാവനെ ഇരുത്തിച്ചിട്ട് ആറ് പ്ലസ് ഇല്ല് ആറ്റിൽ. ഡബിൾ ടൈം. അതെ.
അവസാനത്തെ രണ്ടെണ്ണമല്ല രണ്ടെണ്ണം ആ വേർഡ് കേട്ടാൽ നമുക്ക് അറിയാം. ഇത് വേർഡ് കേട്ട ദുർദ്ധസന്ധി വേഗം പഠിക്കും. ഇത് ഏറ്റവും സിമ്പിൾ വെച്ച് ദുർദ്ധസന്ധിയാണ്. സന്ധികൾ ഏറ്റവും സിമ്പിൾ. അടുത്ത് ഗുണസന്ധി ഇട്ടാ. ഏറ്റവും അവസാനം ഇത് ഗുണസന്ധി ഇട്ടാ. എന്താ ഗുണസന്ധി വെച്ചാ ആ എന്നീ വർണ്ണങ്ങൾ ശേഷം ഈ ഉ ഇട്ട. ഈ എന്നിവയിൽ ഏതെങ്കിലും വന്നാൽ യഥാക്രമം, അതായത് ആയും ആ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം ഈ ഉ വന്ന അതിനുശേഷം ഈ ഉ വന്ന അതിനുശേഷം നമ്മൾ അതിനുശേഷം കൂട്ടി ചെയ്തല്ലോ എ ഓ അറ് എന്നാവുണ്ടാ. അതായത് ഇവയും അടുത്ത സെന്റൻസിൽ ഇവയും കൂടി ചേർത്ത് എഴുതുമ്പോ നമ്മൾ ആ ലെറ്ററിൽ എന്താവും? ഇവ വരും. എ ഓ ആറാവുന്നു. ഒരു ലെറ്ററിൽ ആയും ഒരു ലെറ്റർ ഇയും. അതിന് നമ്മൾ കൂട്ടി എഴുതുമ്പോ എ ഓ ആറായിട്ട് മാറും. അത് ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ആട്ടാ. ആ പ്ലസ് ഇ എന്താവും? ഏനാവുണ്ടാ. ആ പ്ലസ് ഒരു വാക്കില് ആയും അടുത്ത വാക്കില് ഇയും ഉണ്ടെങ്കിൽ അതെന്താവും? ഏനാവുണ്ടാ. എന്താവും? ഏനാവും. മനസ്സിലായ? അടുത്ത വാക്കില് ആയും പ്ലസ് എന്താവും? ഇത് ഓ ആവുണ്ടാ. മനസ്സിലായ? ശ്രദ്ധിക്കാനുള്ളതല്ല. അടുത്ത് ആ പ്ലസ് എന്താവും? ആറാവുണ്ടാ. ഇത് ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ എന്താണ് ഗുണസന്ധി ചോദിച്ചാൽ ഫസ്റ്റ് വാക്കില് ആയും സെക്കൻഡ് വാക്കില് ഇത് ഇവ ചേർന്ന് എന്താവും? ഏയോ ഓയോ ആറോ ആ സൗണ്ടുകളായി മാറും. അത് ഇപ്രകാരമായിട്ടുണ്ടാ. ആയും ഈ ചേർന്ന് ഏയാവും, ആയും മൂന്ന് ചേർന്ന് ഓയാവും, ആയും ചേർന്ന് ആറാവും. അപ്പൊ ആന്റെ ഒപ്പം ഇത് തന്നെയായിരിക്കും. ഇല്ല എല്ലാം കൂടി ആ നിൽക്കും. എല്ലാം കൂടി നിൽക്കും. എല്ലാം നിൽക്കുന്നു. ഇതിന് സമമാണ്. ഇതിന് എല്ലാത്തിനും സമമാണ്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇതിനെ ഇങ്ങനെ അവര് ഇതിനെ എങ്ങനെ സമമാണെന്ന് ഇതിനെ മനസ്സിലായ? അതിന് എക്സാമ്പിൾ തരാം കേട്ടോ. കേട്ടോ. യഥാ പ്ലസ് ഇഷ്ടം എന്താവും? ഇവിടെ എന്താ വരുന്നു പറ. യഥാ ആവുന്നു. യഥാ അപ്പൊ എന്താ? യഥേഷ്ടം യഥേഷ്ടമായിട്ടാ. ആയില്ലേ? ഏനായില്ലേ? ആയും ഈയും ഏനായി. ഇവിടെ സൗണ്ട് നോക്കി. യഥേഷ്ടം ഓപ്ഷനെ തരും. ഇതിന് യഥേഷ്ടം വന്നിട്ട് നേരെ സന്ധി ചോദിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണം. അതിന് തിരിച്ചെഴുതാൻ നോക്കണം. തിരിച്ചെഴുതാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം. ഇതൊപ്പഴും മാർക്കുണ്ടാട്ടാ. ഇതാണ് ബേസിക് അതിന്റെ യഥേഷ്ടം. അതെ, നമ്മൾ ഇത് അറിഞ്ഞാലേ നമുക്ക് പിന്നെ ഗുണസന്ധി അടുത്തത് പര. എങ്ങനെ? അടുത്ത് പര പ്ലസ് ഉപകാരം. പരോപകാരം. പര ആ പ്ലസ് പോയ അപ്പൊ പരോപകാരം. അങ്ങനെ പരോപകാരം. അടുത്ത എക്സാമ്പിൾ മഹാ പ്ലസ് ഋഷി. മഹർഷി. മനസ്സിലായ? നോക്കിക്കോ. ഇതിന് വലിയ ചോദിക്കാൻ സാധ്യതയില്ല. അതിന് ഓർത്ത് വെച്ചോട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിരിക്കെ നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊളിക്കുക.